ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ന്യൂസിലൻഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ ഒരു കാൻഡിഡേറ്റായ GNM കംപ്ലീറ്റ് ചെയ്ത ഒരു നഴ്സിന് രജിസ്റ്റേർഡ് നഴ്സ് ആവാനുള്ള ഡിസിഷൻ ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. മോർ ദാൻ 13 years എക്സ്പീരിയൻസ് ആണ് ആ ഒരു കാൻഡിഡേറ്റിന് ഉണ്ടായിരുന്നത്. സാധാരണ GNM നഴ്സസിന് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയായിരിക്കും. പക്ഷേ നമ്മൾ കുറേ നാൾ മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു GNM മോർ ദാൻ 10 years എക്സ്പീരിയൻസ് ഉള്ള നഴ്സസിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് പക്ഷേ കംപ്ലീറ്റ് ഡിസിഷൻ വരുന്നത് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ പേപ്പർ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന രീതിയിൽ മാക്സിമം നമുക്ക് കാൻഡിഡേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിൽ നമ്മളൊരു കാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കാൻഡിഡേറ്റിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് സാധിക്കില്ല, എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കാൻഡിഡേറ്റിന് ഡിസിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. RNൻ്റെ ഡിസിഷൻ തന്നെയാണ് കിട്ടിയത്. ക്യാപ് കോഴ്സിനുള്ള ഡിസിഷനായിരുന്നു കിട്ടിയിരുന്നത്. ആ ഒരു സമയത്ത് ക്യാപ്പായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ പ്രോസസ്സ് മാറിയിട്ട് 2 എക്സാമിനേഷനായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. നമ്മുടെ പല കാൻഡിഡേറ്റിനും ഇതുപോലെ ഡിസിഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു കാൻഡിഡേറ്റിന് കിട്ടിയെന്ന് കരുതി എല്ലാ 10 years എക്സ്പീരിയൻസ് ഉള്ളവർക്കും കിട്ടണം എന്നില്ല. പക്ഷേ മാക്സിമം നമുക്ക് കൂടുതലും ഔട്ട്കം വന്നിട്ടുള്ളത് ഡിസിഷൻ RNൻ്റേത് കൊടുത്തിട്ട് തന്നെയാണ്. ഇത് കേസ് ഓഫീസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ കേസ് മാനേജറും ഡിഫറെൻ്റ് ആണ്. നമ്മൾ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ആ ഒരു ഡിസിഷൻ്റെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് കേസ് മാനേജറിന് അസൈൻ ആവും. അത് കഴിയുമ്പോഴാണ് നമുക്ക് ഫെർദർ കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ആ സമയത്ത് കേസ് മാനേജർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണ്. അതല്ലാണ്ട് ഡിസിഷൻ പെട്ടെന്ന് തന്നെ കിട്ടിയ കാൻഡിഡേറ്റ്സും ഉണ്ട്. ഓരോ കാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈലും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേരി ചെയ്യും. അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഡിസിഷൻ കിട്ടുന്നത്. ഇനി മുതൽ ഡിസിഷൻ കിട്ടുന്ന എല്ലാ നഴ്സസിനും തിയറി എക്സാമും OSCEയും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. RNൻ്റെ ഡിസിഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് കാർഡ് ആവശ്യമാണ്. IELTS OET ആണ് ന്യൂസിലാൻഡിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. റൈറ്റിങ്ങിന് മാത്രം C+ഉം ബാക്കി 3 മൊഡ്യൂൾസിനും B ആണ് വേണ്ടത്. അത് ക്ലബിങ് അക്സെപ്റ്റ് ചെയ്യും. 1 yearലേക്കുള്ള ക്ലബിങ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 4 മാസത്തിനുള്ളിൽ സ്കോർ എടുത്ത് തന്നാലും മതി. കാരണം ആ ഒരു 4 മാസത്തിനുള്ളിൽ നമുക്ക് ചെയ്യാനായിട്ട് ഒത്തിരിയേറെ വേറെ ഡോക്യുമെൻറ്റേഷൻ വർക്കുണ്ട്. അതിൻ്റെ ഇടയിൽ അത് ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ് ഇംഗ്ലീഷ് ടെസ്റ്റ് ക്ലിയർ ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഡിസിഷൻ കിട്ടുന്ന സ്റ്റേജ് വരെ 8 to 9 months ആണ് ടൈം എടുക്കുന്നത്. ഇപ്പോൾ ന്യൂസിലാൻഡ് പ്രോസസ്സ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് വളരെ അധികമാണ്. കാരണം UK കൺവേർട്ട് ചെയ്ത് വരുന്നതും അതുപോലെ ഡയറക്റ്റ് ന്യൂസിലാൻഡ് പ്രോസസ്സ് ചെയ്യുന്നവരൊക്കെ ഒത്തിരി ആയതുകൊണ്ട് നഴ്സിംഗ് കൗൺസിലിൽ ഒത്തിരി ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ആ ഒരു ഡിലേ കണക്കിലെടുത്തിട്ടാണ് അവരിപ്പോൾ 8 to 10 monthsനുള്ളിൽ ഡിസിഷൻ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്താൽ ഏകദേശം ഈ ഒരു ടൈം ഫ്രെയിം തന്നെ വെയിറ്റ് ചെയ്യേണ്ടിയും വരും. ഈ ഒരു ഡിസിഷൻ വന്നതിന് ശേഷം നമുക്ക് ഒത്തിരി കാൻഡിഡേറ്റ്സ് ന്യൂസിലൻഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് ഡിസിഷൻ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനും ചെറിയൊരു റിസ്ക് എടുക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഒരിക്കലും കമ്മിറ്റ്മെൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് മാക്സിമം കിട്ടുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻ വർക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം എല്ലാവരും ചോദിക്കുന്നത്, ഈ ഡിസിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസൊക്കെ റീഫണ്ട് ചെയ്ത് കിട്ടുമോ എന്നുള്ളതാണ്. അത് കിട്ടില്ല. ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ ആപ്ലിക്കേഷൻ ഫീസും ബാക്കി വരുന്ന ചാർജസും ഒന്നും റീഫണ്ടബിൾ അല്ല. പക്ഷേ RNൻ്റെ ഡിസിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ GNMന് എങ്ങനെ വന്നാലും എൻറോൾ നഴ്സിൻ്റെ ഡിസിഷൻ കിട്ടും. പക്ഷേ നമുക്ക് വേണ്ടത് RNൻ്റെ ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അവരോട് കേസ് മാനേജർ അല്ലെങ്കിൽ ആരാണോ നമ്മുടെ കാര്യം ഹാൻഡിൽ ചെയ്യുന്നത് അവരോട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡിസിഷൻ RNൻ്റെ തന്നെയാണ് വരുന്നത്. ഇനി RNൻ്റെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് ഒന്നും വേസ്റ്റ് ആവില്ല. കാരണം എൻറോൾ നഴ്സിൻ്റെ പ്രോസസ്സിൻ്റെ ഡിസിഷൻ കിട്ടുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതൊരു ഹാപ്പി ന്യൂസ് ആയതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. GNM നഴ്സായ മോർ ദാൻ 10 years എക്സ്പീരിയൻസ് രജിസ്റ്റേർഡ് നഴ്സായിട്ട് തന്നെയുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മളെ ഡെസ്മ ഇൻ്റർനാഷണലിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.